നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ മകനെ അബുൽ ആസിബിന് റബീഇനെ വിവാഹം ചെയ്തു നൽകി. അദ്ദേഹം സത്യസന്ധനാണ്, എന്നോടുള്ള കടപ്പാട് പൂർണ്ണമായും നിറവേറ്റി. ഫാത്തിമ എൻ്റെ ഭാഗമാണ്, അവരുടെ വേദന എൻ്റേതു കൂടിയാണ്. ഞാൻ ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യുന്നില്ല. വല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുത്രിയും അവൻ്റെ ശത്രുവിൻ്റെ പുത്രിയും ഒരേ സമയം ഒരാൾക്ക് കീഴിൽ ഭാര്യമാരായി തുടരുകയില്ല. ഇതെറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു ആ ചിന്ത ഉപേക്ഷിച്ചു. സ്വന്തം മകൾക്ക് നോകുമ്പോൾ ഉണ്ടാകുന്ന പിതാവിൻ്റെ വേദനയാണ് നബി പ്രകടമാക്കുന്നത്. മനസ്സിലുള്ളത് മറച്ചു പിടിച്ച് മറ്റൊന്ന് പ്രകടമാക്കുക നബിക്ക് ശീലമില്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് തുറന്നു പറഞ്ഞു. നബിക്കുണ്ടാകുന്ന വേദനയെ അങ്ങേയറ്റം വെറുക്കുന്ന അലി അതിന് മുതിർന്നതുമില്ല. ഇവിടെ അലി വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ അത് മുബാഹ് തന്നെയാണ്. കാരണം നബി തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ഹലാലിനെ ഹറാമാക്കുന്നില്ലെന്ന്. മറ്റൊരു വിവാഹം ചെയ്യാമായിരുന്നിട്ടും നബിയെ മാനിച്ച് വേണ്ടെന്ന് വെച്ച അബുൽ ആസിനെ പ്രശംസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ശത്രുവിൻ്റെയും പുത്രിമാർ ഒരാൾക്ക് കീഴിൽ വരില്ലെന്ന് പറഞ്ഞത് വിലക്കല്ല, വസ്തുത പറഞ്ഞത് മാത്രമാണ്. മാത്രമല്ല, തിരുസന്തതികളുടെയെല്ലാം മാതാവായ ഫാത്തിമ ബീബി പ്രത്യേകം പരിഗണന അർഹിക്കുന്നുണ്ട്. അവരുടെ ദീനീ നിഷ്ഠയ്ക്ക് കോട്ടം വരുന്ന യാതൊന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ.